ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനൊപ്പം ചേരുന്നു. ശ്രീ ടി എൻ പ്രതാപൻ, വളരെ അഗ്രസീവായ ഒരു സമീപനമാണ് കേന്ദ്രമന്ത്രി സഹമന്ത്രിയായ സുരേഷ് ഗോപി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾക്കെതിരെ നടപടിയെടുക്കണം, നിയമപരമായി മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്ന ഒരു നിലപാട്. പക്ഷെ അപ്പോഴും സിനിമക്കാരൻ തന്നെ എന്ന് വേണമോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? മാധ്യമങ്ങൾക്ക് ജനാധിപത്യത്തിൽ വലിയ പങ്കുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് ആണ് മാധ്യമങ്ങൾ. പലപ്പോഴും അനീതികളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന അനീതികൾ പലപ്പോഴും ശരിയായി വരാറുണ്ട്. മാധ്യമങ്ങളോട് പ്രകോപിതമാകേണ്ട കാര്യം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ഉണ്ടാകേണ്ടതില്ല. എനിക്ക് അത്ഭുതം തോന്നുകയാണ്, സുരേഷ് ഗോപിക്ക് എന്ത് പറ്റി എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇന്ന് തൃശ്ശൂരിലെ മാധ്യമങ്ങളോട് ഇപ്പോൾ അല്പനിമിഷം മുമ്പ് കാണിച്ച കയ്യേറ്റം ഞാൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാനിടയായി. വളരെയേറെ പ്രയാസം തോന്നുകയാണ്. ഏതായാലും BJP നേതൃത്വം അത് തിരിച്ചറിയുമെന്ന് വിശ്വസിക്കുന്നു. മാധ്യമങ്ങളല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മാധ്യമങ്ങൾ ഈ പല ഈ ഇരകൾ പറയുന്നത് മാധ്യമങ്ങൾ വിളിച്ചിട്ട് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മാധ്യമങ്ങളെ നേരെ തട്ടിക്കയറുന്നതും മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യുന്നതും മാധ്യമങ്ങൾ അധിക്ഷേപിക്കുന്നതും ഏത് പൊതുപ്രവർത്തകന്മാരായാലും അല്ലെങ്കിൽ കലാകാരന്മാരായാലും അത് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. മാധ്യമങ്ങൾ എന്ന പ്രിവിലേജിനപ്പുറം സാധാരണ മനുഷ്യരാണ് ജോലിയുടെ ഭാഗമായി ഇത്തരത്തിലൊരു പ്രതികരണം തേടാനായി എത്തുന്നത്. ഒരിക്കലും അവിടെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വഴിതടയൽ പോലെയുള്ളതൊന്നും ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും ആ സാഹചര്യത്തിൽ അദ്ദേഹം അത്രയും ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുകയാണ് ചെയ്യുന്നത്. എത്രയോ മാധ്യമങ്ങളുടെ വിമർശനങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ എന്ന നിലയിലും പൊതുപ്രവർത്തകന്മാരെന്ന നിലയിലും മാധ്യമങ്ങൾ പലപ്പോഴും രൂക്ഷമായ വിമർശനത്തിന് ഞങ്ങളൊക്കെ വിധേയമാക്കാറുണ്ട്. പക്ഷെ ആ വിമർശിക്കപ്പെടുന്ന പ്രവർത്തകരോടും മാധ്യമങ്ങളോട് പോലും സൗഹൃദം പുലർത്തുന്നതാണ് ഇതുവരെ ഞങ്ങളെപ്പോലുള്ള ആളുകളെല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് സുരേഷ് ഗോപി കേവലം ഒരു ആക്ഷൻ ഹീറോ അല്ല, ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ജനപ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് പ്രീതിയോ ഭീതിയോ കൂടാതെ ഞാൻ എൻ്റെ കൃത്യനിർവഹണം നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു കയ്യേറ്റം തൃശ്ശൂരിൽ വെച്ച് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത് വളരെ വളരെ ഖേദകരമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ശരി, വളരെ നന്ദി ടി എൻ പ്രതാപൻ അഭിപ്രായം പ്രകടിപ്പിക്കാനായി ടെലിഫോൺ ലൈനിൽ ചേർന്നതിന്.